ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ചാമത്തം കർമ്മസമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്യേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗമാണ് നമുക്ക് തുടങ്ങേണ്ടത്. ശാസ്ത്രവിധിയെ ഉപേക്ഷിച്ചിട്ട് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് വിജയമോ സുഖമോ പരമഗതിയോ കൈവരിക്കാനാകില്ല എന്ന് ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ അർജുനൻ ഒരു സംശയം ഉന്നയിച്ചു. ശാസ്ത്രവിധികൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തവർ ധാരാളമുണ്ട്. അവ ഗ്രഹിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും അറിവുള്ളവർ പറയുന്നത് കേട്ടും കണ്ടും ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്നതായാൽ ആ യജ്ഞങ്ങൾ ഏത് വകുപ്പിലാണ് പെടുക? ഇതാണ് അർജുനുണ്ടായ സംശയം. ഈ സംശയം പരിഹരിക്കുന്നതിന് ശ്രദ്ധയുടെ ഭഗഭേദങ്ങളെയും ആഹാരം, യജ്ഞം, തപസ്, ദാനം എന്നിവയിൽ സത്വരജ തമോ ഗുണങ്ങളുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന തരഭേദങ്ങളെയും ഭഗവാൻ വിസ്തരിച്ച് വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ ചെയ്യുന്നത്. അർജുനന്റെ ചോദ്യത്തോടെയാണ് 17-ാം അധ്യായം ആരംഭിക്കുന്നത്. ശ്രദ്ധ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ ഏകാഗ്രതയല്ല, ആദരവും താല്പര്യവും കൂടിച്ചേർന്ന ഉളവാക്കുന്ന വിശ്വാസദാർഢ്യത്തെയാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ എന്ന് പറയുന്നത് നമുക്ക് ഏത് കാര്യത്തിലാണോ, ഏത് വിഷയത്തിലാണോ മമത, ഇച്ഛാശക്തി ഉണരുന്നത്, അത് ചെയ്യുന്നതിൽ വളരെയധികം കോൺസെൻട്രേഷൻ നമുക്ക് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിൽ താല്പര്യമുണ്ടാകും. അത് വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കും ചെയ്യുക. ആ ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കേവലമായ മനസ്സിൻ്റെ ഏകാഗ്രതയല്ല. കാരണം മനസ്സിൻ്റെ ഏകാഗ്രത എളുപ്പം ഉണ്ടാകുന്ന കാര്യമല്ല. അപ്പം മനസ്സ് പോലും നമുക്ക് ശ്രദ്ധ കൂട്ടി, അല്ലെങ്കിൽ പിൻ പോയിന്റിൽ നമുക്ക് ശ്രദ്ധ വയ്ക്കാൻ കണ്ണും മൂക്കും ചെവിയും എല്ലാ ഇന്ദ്രിയങ്ങളും ശ്രദ്ധിച്ച് വേണ്ട വിധത്തിൽ ചെയ്യുന്നത് നമുക്ക് താല്പര്യമുള്ള വിഷയത്തിലായിരിക്കും. അപ്പം ആ താല്പര്യത്തെയാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. താല്പര്യം എന്തിലുണ്ടാകുന്നോ മനുഷ്യൻ പൊതുവെ ശ്രദ്ധാമയനാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ പൊതുവെ എല്ലാത്തിനും ശ്രദ്ധയുണ്ടാവും. ഏത് കാര്യത്തിനാണെങ്കിലും എന്താണോ താല്പര്യമുള്ള വിഷയമാണോ ഭയങ്കര ശ്രദ്ധയായിരിക്കും. അത് നമ്മൾ തന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് എന്തിലാണ് ശ്രദ്ധയുള്ളത്, ശ്രദ്ധയില്ലാത്തത്. അത് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്കത് സ്വയം മനസ്സിലാക്കേണ്ടതാണെന്ന് അർത്ഥം. എന്താ ശ്രദ്ധ എന്നുള്ളത്, എൻ്റെ ശ്രദ്ധ എന്തിലാണ്, എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ തന്നെ ആ ടൈമിൽ, ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ കർമ്മത്തിലുള്ള ഇൻവോൾവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധയില്ലാതെ ചെയ്താലും ശ്രദ്ധയോടുകൂടി ചെയ്താലും ഉള്ള വികലത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അർത്ഥം. അപ്പൊ ഇത്തരത്തിലുള്ളവരാണ് അധികവും. അതായത് ഇപ്പൊ ശാസ്ത്രവിധിയെ ഉപേക്ഷിച്ചിട്ട് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നവർക്ക് വിജയമോ സുഖമോ പരമഗതിയോ കൈവരിക്കാനാകില്ല. അത് ആസുരി പ്രകൃതിയാണ്. ശാസ്ത്രത്തിൽ വിശ്വസിക്കുകയില്ല, അതനുസരിക്കുകയില്ലാത്തവരെന്ന് പറഞ്ഞാൽ ആസുരി പ്രകൃതിയുള്ളവരാണ്. എന്നാൽ ഈ അവിടെയില്ല ഇവിടെ അല്ലാതെ പ്രവർത്തിക്കുന്നവരാ കൂടുതലും. ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നവർ വളരെ വിരളായിരിക്കും. ശാസ്ത്രത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് വളരെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ട് അത് അനുസരിക്കുക എന്ന് പറയുന്നത് 100-ൽ ഒരാൾക്ക് വരെ സാധിക്കുന്ന കാര്യമല്ല. കൂടുതലും എന്താ ചെയ്താൽ ശാസ്ത്രവിധികൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് കൂടുതലും ധാരാളം ഉള്ളത്. അത് ഭഗവാൻ തന്നെ പറയുന്നു. അവ ഗ്രഹിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും, അത് വേണ്ടതിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചാൽ ഉപയോഗിക്കാതിരിക്കുക. ഇനി അവസരം ലഭിച്ചാൽ തന്നെ അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. ഇനി അത് ലഭിച്ചാൽ തന്നെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതിരിക്കുക. ഇപ്പൊ ലഭിച്ചിട്ടില്ലെങ്കിലും അറിവുള്ളവർ പിന്നെ അധികം അനുകരിക്കുന്ന ഭാവം, അതായത് കണ്ടും കേട്ടും പഠിക്കുക. മറ്റുള്ളവർ പറയുന്നോ പൂർവികരായിട്ട് കാണിച്ചു തന്നിട്ടുള്ളോ ശ്രേയസ്കരം എന്ന് കരുതി പോരുന്ന ചില കർമ്മങ്ങൾ അനുകരണ ഭാവത്തിലാണെങ്കിലും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കർമ്മങ്ങൾ അഥവാ അത്തരത്തിലുള്ള യജ്ഞങ്ങൾ ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്നതായാൽ, ഇനി അനുകരിക്കുന്നത് പോലും ശ്രദ്ധയോടെയാണ് ചെയ്യുന്നതെങ്കിൽ ആ യജ്ഞങ്ങൾ ഏത് വകുപ്പിൽ പെടുമെന്നാണ് അർജുനന്റെ ചോദ്യം. ഇപ്പൊ നമ്മുടെ ഭക്തരിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഈ വകുപ്പിൽ പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ. അതായത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതിരിക്കുക, അത് അനുകരണ ഭാവത്തിൽ ചെയ്യുക. ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. മനസ്സിലാക്കി ചെയ്യുന്നവർ, ശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കിയിട്ട് യഥാവിധി ചെയ്യുന്നവര് 100-ൽ 1-2 പേര് തന്നെ ഉണ്ടോ എന്ന് വളരെ വിരളമായിരിക്കും. അപ്പൊ ഭക്തിയുള്ളവർ തന്നെ കൂടുതൽ പെർസെൻറ്റേജും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതിരിക്കുകയും
അഥവാ മനസ്സിലാക്കാൻ അവസരം കിട്ടിയാലും അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുകയും, എന്നിട്ട് ആരെങ്കിലും കാണിച്ചു തരുന്നതോ കേൾപ്പിച്ചു തരുന്നതോ പുറവേരായിട്ട് കാണിച്ചു തന്നിട്ടുള്ളോ ഇവിടെ ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞിട്ട് ആചാരം അനുഷ്ഠിക്കുന്നവരാണ് കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളതെന്നർത്ഥം. അപ്പം അത്തരത്തിൽ ചെയ്യുന്ന യജ്ഞങ്ങളോ പൂജകളോ സംസ്കാരമോ ഇല്ലെങ്കിൽ ജന്മവാസനകളോ നമ്മൾ ചെയ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ അനുകരണഭാവത്തിലാണെങ്കിലും അതിൻ്റെയൊക്കെ ഏത് വകുപ്പിലാണ് പെടുക, ഭഗവാൻ ഏത് തരത്തിലാണ് അതിനെ സ്വീകരിക്കുക എന്നാണ് അർജുനന്റെ ചോദ്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം. ആ ചോദ്യത്തോടെയാണ് ഇവിടെ ഈ അധ്യായം ആരംഭിക്കുന്നത്. അർജുന ഉവാച ഏ ശാസ്ത്രവിദുമുസ്സൃജ യന്തേ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠാതുകാ കൃഷ്ണ സത്വമാഹോരജസ്തമ. ഭഗവാനെ, ശാസ്ത്രവിധി പ്രകാരമല്ലെങ്കിലും ചിലർ വിശ്വാസപൂർവം യജ്ഞം അനുഷ്ഠിക്കുന്നു. അവരുടെ അവസ്ഥ എന്താണ്? സാത്വികമാണോ, രാജസമാണോ, താമസമാണോ? ഇപ്പം ഉത്തമ ഭക്തരാരാ, മധ്യമ ഭക്തരാകാ, അധമ ഭക്തരാരാന്ന് നമുക്ക് ഈ ഗുണസ്വഭാവം അനുസരിച്ച് നമ്മുടെ ജന്മവാസന അനുസരിച്ചുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ഭഗവാൻ ചതുർവിധ ഭജന്തേ മാമം, 3 വകുപ്പിൽ പെടുന്നവരെ, ദുഃഖിക്കുന്നവർ ഭജിക്കുന്നവരെ, ഇല്ലെങ്കിൽ അർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് ഭജിക്കുന്നവരെ, ഇല്ലെങ്കിൽ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്നവർ. അപ്പം ഈ 3 വകുപ്പും അവരവരുടെ ശ്രദ്ധ അനുസരിച്ച് അനുകരിക്കുന്ന ഭാവത്തിൽ ശാസ്ത്രവിധിപ്രകാരം അല്ലെങ്കിൽ തന്നെ തൻ്റെ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് അവരുടെ അവസ്ഥ ഭജിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ ഏത് വകുപ്പിലാണ് പെടാം? അത് സാത്വികമാണോ, രാജസമാണോ, താമസമാണോ എന്നാണ് അർജുനന്റെ ചോദ്യം. ഇവിടെ ശാസ്ത്രവിധികളെ ബോധപൂർവം അനാദരിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നവരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അജ്ഞാന നിമിത്തം ശാസ്ത്രവിധികൾ പാലിക്കാത്തവരാണെങ്കിലും യജ്ഞഭാവനയോടെ സമൂഹ നന്മയ്ക്കായിട്ട് നിസ്വാർത്ഥമായിട്ട് അർപ്പണബോധത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ്. ഇനി അനുകരിക്കുകയാണെങ്കിൽ തന്നെ അത് ശാസ്ത്രവിധി യഥാവിധി മനസ്സിലാക്കിയില്ലെങ്കിലും ആ ഉദ്ദേശ ലക്ഷ്യം നിഷ്കളങ്കമാണെങ്കിൽ, അതായത് ലോക നന്മയ്ക്കായിക്കൊണ്ട് ഫലേച്ഛയില്ലാതെ അർപ്പണബോധത്തോടെ ഈശ്വരകാര്യങ്ങൾ ചെയ്യുന്നതിലെങ്കിലും ഫലേച്ഛയില്ലാതെ അർപ്പണബോധത്തോടെ ഞാനെന്ന കേമത്വം കാണിക്കാതെ ചെയ്യുന്ന ആ ഒരവസ്ഥയ്ക്കാണ് ഇവിടെ പറയുന്നത്. അവിടെ നിഷ്കളങ്ക ഭാവം. ശരിക്കും ശാസ്ത്രം ഒന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ എനിക്കതൊന്നും കഴിവില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, ഇല്ലെങ്കിൽ അതൊന്നും എനിക്ക് സാധ്യമല്ല. അപ്പം അങ്ങനെ വിചാരിക്കുന്നവർ അവര് ശാസ്ത്രവിധികൾ പാലിക്കാത്തവരാണെങ്കിലും യജ്ഞഭാവനയുടെ അഥവാ സമൂഹ നന്മയ്ക്കായിക്കൊണ്ട് നിസ്വാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് ഇവിടെ അർജുനൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർ നിഷ്കളങ്കായ ഭക്തരുണ്ട്. നമുക്ക് ശരിക്കൊന്നും മനസ്സിലായി. ഇപ്പൊ പൂജ തന്നെ ഒന്നും വിസ്തരിച്ച് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു പൂ അർപ്പിക്കുകയാണെങ്കിൽ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രണച്ചതി, ഒരു വിളക്ക് വെച്ചാൽ ആ വിളക്കത്തെ ഒരു പുഷ്പം സമർപ്പിക്കുകയാണെങ്കിലും അത് ലോകനന്മയ്ക്കായിക്കൊണ്ട് നല്ല സതുദ്ദേശത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അത് സതുദ്ദേശത്തോടെ നിഷ്കളങ്ക ഭാവത്തിൽ ഞാനെന്ന ഭാവമില്ലാതെ ലോക നന്മയ്ക്കായിക്കൊണ്ടാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടും അത് ജീവിക്കാൻ തന്നെ അറിയില്ലെങ്കിലും അങ്ങനെ ഒരു ഭാവനയിലാണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ പറ്റിയാണ് ഇവിടെ അർജുനൻ ചർച്ച ചെയ്യുന്നതെന്നർത്ഥം. അപ്പം ഈ നിഷ്കളങ്ക ഭാവമുള്ളവരും അല്ലാത്തവരും ഭക്തിയുടെ ഭാവത്തിലുണ്ട്. എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാമെന്ന ഭാവത്തിൽ കാണിച്ചു ചെയ്യുന്നവരുണ്ട്. ഇനി പഠിച്ചത് തന്നെ കുറച്ചുകൂടെ മസാലയും ഷോയും ഒക്കെ കാണിച്ചുകൊണ്ട് കുറച്ചുകൂടെ കേമത്തം കാണിച്ച് ചെയ്യുന്നവരുണ്ട്. അതായത് ഞാൻ ഇതൊക്കെ വിസ്തരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാകുന്ന ഒരു ഭക്തിയുടെ പ്രഭാവം. ഒരു പൂജ തന്നെ ചെയ്യുകയാണെങ്കിൽ കുറെ അലങ്കാരങ്ങളും അതും ഇതൊക്കെ കാണിച്ച് കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉറക്ക ജപിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രീതി അദ്ദേഹത്തിനെല്ലാം അറിയാവുന്ന ഒരു ഭാവം ഉണ്ടാകുന്ന വിധത്തിൽ പ്രകടമാക്കുന്ന ഭക്തിയും നമുക്ക് കാണാനുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അതൊന്നും നിഷ്കളങ്ക ഭാവം അല്ല എന്നർത്ഥം. നമ്മളൊരു പുഷ്പം എടുത്ത് ഒരു മന്ത്രവും അറിയില്ലെങ്കിലും വേണ്ടില്ല, അത് ശാസ്ത്രവിധി പ്രകാരമല്ല ചെയ്യുന്നത് എങ്കിൽ പോലും അത് നിഷ്കളങ്കഭാവത്തെ ശുദ്ധ മനസ്സോടെയാണ് ചെയ്യുന്നത്. ആ അനുഷ്ഠാനം ചെയ്യുന്നവരെയാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ എല്ലാം പഠിച്ചിട്ട് ചെയ്യണമെന്നോ ഇല്ല പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്നോ അർഹത ആർക്കാണെന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രാഹ്മണനും ഇതൊക്കെ ചെയ്യാൻ അർഹത ഒരു മുൻഗണന ഭഗവാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും കാരണം അവരുടെ സ്വഭാവം സാത്വികമായതുകൊണ്ട് അവരിതൊക്കെ പഠിച്ചിട്ട് ശാസ്ത്രവിധി പ്രകാരം ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പൊ ബ്രാഹ്മണര് പോലും ചിലപ്പോൾ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ നിഷ്കളങ്ക ഭാവം ഇല്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് ഞാൻ ശാസ്ത്രവിധികാർ ഒക്കെ ആചാരം തെറ്റിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കോപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണര് നിഷ്കളങ്ക ഭാവത്തിലല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഈ കർമ്മങ്ങൾ ഏത് വകുപ്പിൽപ്പെടും?
ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടും അത് വേണ്ട വിധത്തിൽ നിഷ്കളങ്ക ഭാവത്തിലല്ല അത് അനുഷ്ഠിക്കുന്നതെങ്കിൽ അത് ഏത് വകുപ്പിൽ പെടും? ശാസ്ത്രം പഠിക്കാത്തവരുടെയും അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തവരുടെയും നിഷ്കളങ്ക ഭാവത്തെയും പറ്റി ഭഗവാൻ ചർച്ച ചെയ്തു. അപ്പം അത് പഠിക്കാതെ മനസ്സിലാക്കാതെ ഞാനൊക്കെ പഠിച്ചു എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നവരുമുണ്ട്. ഇനി പഠിച്ചിട്ട് അഹങ്കാരം കാണിച്ച് ചെയ്യുന്നവരുണ്ട്. ഒന്നും അറിയാൻ മേലാത്തവർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതില് ഏത് വകുപ്പിൽ പെടും? അതാണ് ഇവിടെ ചോദിക്കുന്നത്. അതൊക്കെ നമ്മുടെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നമ്മുടെ ഗുണം സാത്വികമാണെങ്കിൽ നമ്മൾ ശാസ്ത്രത്തെ യഥാവിധി മനസ്സിലാക്കി ശ്രദ്ധയോടെ മനസ്സിലാക്കി അത് നിഷ്കളങ്ക ഭാവത്തിൽ ചെയ്യുന്നതാണ് യഥാർത്ഥ സാത്വിക ഭാവം. അതാണ് ഉത്തമ ഭക്തർ എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ഏത് മനുഷ്യരായാലും സാത്വിക ഭാവത്തെ, സാത്വിക സ്വഭാവത്തെ ഉണർത്തി വേണ്ട കാര്യങ്ങൾ ശാസ്ത്രവിധിയെ യഥാവിധി മാനിച്ചുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതിനെയും ശാസ്ത്രത്തെ തന്നെ പ്രമാണമാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃതകൃത്യമായിട്ട് ചെയ്യുമ്പോഴും അഹങ്കാരവും വികാര ഭാവങ്ങളും ഇല്ലേ, പ്രകടന ഭക്തിയും പ്രത്യക്ഷ ഭക്തിയും കാണിക്കാതെ അത് നിഷ്കളങ്ക ഭാവത്തിൽ അനുസരിക്കുന്നതാണ് യഥാർത്ഥ സാത്വിക ശ്രദ്ധ എന്ന് പറയുന്നത്. ഇനി തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് താൻ്റെ ആഗ്രഹങ്ങൾ അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് പ്രാർത്ഥനാ ബലത്താൽ ഇച്ഛിക്കുന്ന ഇഷ്ടഭോഗങ്ങളെ നേടാൻ വേണ്ടിയിട്ട് തൻ്റെ കേമത്വം കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ രജോ ഗുണാത്മകമായിരിക്കും. അവനവന് ആവശ്യമുള്ളതൊക്കെ ശ്രദ്ധയോടെ പഠിക്കും, അത് മനസ്സിലാക്കും, അത് വേണ്ട പോലെ ചെയ്യും. പക്ഷേ അതൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കും? സ്വാർത്ഥലാപേച്ഛയായിരിക്കും. അവനവൻ ആഗ്രഹിക്കുന്ന സാധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് പ്രാർത്ഥനാ ബലത്താൽ ചെയ്യുന്ന ആ ശ്രദ്ധയ്ക്കാണ് രാജസ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇനി താമസ ശ്രദ്ധയാണോ? അത് വേണ്ടത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കില്ല, അജ്ഞാനത്തിന്റെ മറവിൽ അവിദ്യാദി ദോഷങ്ങളെ പോറ്റും തിരിച്ചറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നും അറിയാൻ പാടില്ല, ശാസ്ത്രത്തെ യഥാവിധി പഠിക്കില്ല, മനസ്സിലാക്കില്ല, അത് പഠിച്ചാൽ തന്നെ അത് ശ്രദ്ധിക്കില്ല. അതായത് പൂർണ്ണമായ അജ്ഞാനത്തിന്റെ മറവിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ആ ഭാവത്തെ, അതിലുള്ള ശ്രദ്ധ, എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്നതൊക്കെ അത് തമോ ഗുണാത്മകമായ ശ്രദ്ധയാണ്. അപ്പൊ നമ്മൾ കർമ്മങ്ങൾ ശാസ്ത്രവിധി പ്രകാരം ചെയ്യുന്നത് തന്നെ വകുപ്പ് വ്യത്യാസമുണ്ടെന്നർത്ഥം. അപ്പൊ ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് കേൾക്കാനുള്ള ആ ശക്തി പോലും, പറയുന്ന ശ്രദ്ധ, പറയുന്നത് കേൾക്കാനുള്ള ശ്രദ്ധ പോലും സാത്വികവും രാജസവും താമസവും ആയിരിക്കും. അപ്പൊ സാത്വിക ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വളരെയധികം, അത് പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രവിധി പ്രകാരം ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഗീതാശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, അത് വളരെ ശ്രദ്ധയോടെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിധത്തിൽ അത് മനസ്സിലാക്കും. അത് വളരെ ശ്രദ്ധാപൂർവം അനുസരിക്കാൻ ശ്രമിക്കും. അതിൽ സംശയമുണ്ടായാൽ മറ്റുള്ളവരുടെ ചോദിച്ച് മനസ്സിലാക്കി അത് പ്രായോഗികതലത്തിൽ എത്തിക്കാൻ ശ്രമിക്കും. ഈശ്വര സാക്ഷാത്കാരമായിരിക്കും അവരുടെ ലക്ഷ്യവും. അതിനു വേണ്ടിയിട്ട് മറ്റുള്ള വിഷയങ്ങളൊക്കെ ത്യജിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ശ്രദ്ധ, കേൾക്കാനുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് പോലും സാത്വിക ശ്രദ്ധയുണ്ട്, രാജസ ശ്രദ്ധയുണ്ട്. അവനവൻ ആവശ്യമുള്ളത് ശ്രദ്ധിക്കും, കേൾക്കും, അത് വേണ്ട മുതൽ അനുസരിക്കും. അതൊക്കെ സാത്വിക ശ്രദ്ധയുടെ അല്ലെ രാജസ ശ്രദ്ധയുടെ ഭാഗമാണ്. ആവശ്യം പരോപകാരമിലെ ഫലപ്രാപ്തി ഇച്ഛിച്ചുകൊണ്ട് ചെയ്യാം. ഇനി തമോ ഗുണ ശ്രദ്ധ എന്ന് പറയുന്നതോ വേണ്ടത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ കാണുന്നവർക്ക് തോന്നുമോ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചായിരിക്കണേ എന്നൊരു തോന്നും. പക്ഷേ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് കുറവായിരിക്കും. അതൊക്കെ അജ്ഞാനത്തിന്റെ മറവിലായിരിക്കാം. എന്നിട്ട് അത് പ്രാവർത്തികമാക്കുമ്പോഴും വേണ്ട വിധത്തിൽ ചെയ്യാൻ അവർക്ക് അറിയുണ്ടാവില്ല. അപ്പം ഇത്തരത്തിലാണ് ശ്രദ്ധയെപ്പറ്റി ഭഗവാൻ തന്നെ പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഉള്ള ഭക്തജനങ്ങളിൽ തന്നെ അനുകരണ ഭാവമുള്ളവരാണ്. അത് ഒന്നുകിൽ പൂർവികരായിട്ട് കാണിച്ചു തന്നതോ ഇല്ല മറ്റുള്ളവർ കാണിച്ചു തന്നതോ കേട്ടിട്ടോ ഉള്ളതാ, അത് അതേപടി ആ വിശ്വാസത്തെ അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. അത് തന്നെ ശ്രദ്ധയോടെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കളങ്ക ഭാവത്തിൽ ചെയ്യാം. അതിൽ തന്നെ സാത്വികമായിട്ട് രാജസമായിട്ടും താമസമായിട്ടും അനുകരിക്കാൻ ഇടവരുന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇനി പറയുന്ന ഭാഗം ഭഗവാൻ പറയുന്ന ശ്രദ്ധ, നമ്മളിൽ ഏത് തരത്തിലുള്ള ശ്രദ്ധയാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കണം. അത് തമോ ഗുണ ശ്രദ്ധയെയും രജോ ഗുണ ശ്രദ്ധയെയും ഉപേക്ഷിച്ചിട്ട് സ്വാത്വിക ശ്രദ്ധയിലേക്ക് വരണം എന്നുകൂടി ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഗീതാശാസ്ത്രം പഠിച്ചിട്ട് അനുസരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വാത്വിക ശ്രദ്ധയോടെ ഇത് മനസ്സിലാക്കണം, അത് അനുസരിക്കണം, അത് ചെയ്യുന്നതിൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം.
പിന്നെ മറ്റുള്ളവർ പറയുന്നതോ കാണിക്കുന്നതോ കേൾക്കുന്നതോ അനുകരിക്കാൻ ഒരിക്കലും ശ്രമിക്കുകയും അരുത്. അപ്പോൾ കാരണം അതിൻ്റെ ഫലം വ്യത്യസ്തമാണ്. യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശാസ്ത്രത്തെ പഠിച്ചനുസരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാത്വിക ശ്രദ്ധയിലേക്ക് മാറണം. ഒരു ഘട്ടത്തിൽ സ്വാത്വിക ശ്രദ്ധയോടെ കർമ്മങ്ങൾ ചെയ്ത് ഒരു പക്വത എത്തിക്കഴിയും, പാത്രത വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സത്വഗുണത്തെയും കൂടെ ജയിക്കും. അപ്പോൾ ഈശ്വരനെ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് നമ്മൾ ആഹാരവിഹാരാദികളുടെ നമ്മുടെ നിത്യകർമ്മമായാലും ഈ പറയുന്ന അഷ്ടാംഗ യോഗം അനുസരിക്കുന്നതിലായാലും ഇനി പറയുന്ന സാത്വിക രാജസ താമസ ശ്രദ്ധയെ പറ്റി ഭഗവാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, അത് അനുസരിക്കണം. അതാണ് ഈ അധ്യായത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ, അതായത് ദൈവിക സമ്പത്ത് ലഭിച്ചാൽ പോലും അതിനെ ഉപയോഗിക്കേണ്ടത് ഈ ശ്രദ്ധയില്ലെങ്കിൽ അതുപോലും നമുക്ക് വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ദൈവിക സമ്പത്താകുന്ന 26 ഗുണങ്ങൾ നമ്മൾ ഭക്തി കൊണ്ട് നമുക്ക് യോഗക്ഷേമമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയാൽ പോലും അത് ശാശ്വതമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, ദുഃഖരഹിതമായിട്ട് അനായാസേന ജീവിക്കണമെങ്കിൽ ഈ സ്വാത്വിക ശ്രദ്ധ ഭഗവാൻ പറയുന്നത് ആഹാരവിഹാരങ്ങളിലും നമ്മുടെ പ്രത്യേകിച്ചും ഗൃഹസ്ഥാശ്രമികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള യോഗ്യതയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യ അവസ്ഥയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഈ 17ാമത്തെ അധ്യായം വരെ ഭഗവാൻ പറയുന്നത്. ഇത് പഠിച്ചിട്ട് വേണം ജീവിതത്തിലേക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അവിടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട ശ്രദ്ധ, തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, എന്താണ് യജ്ഞദാന തപകർമ്മങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ആഹാരവിഹാരാദികൾ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 6ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, യുക്താഹാര വിഹാരസു കർമ്മസു. ഇപ്രകാരം ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഇനി ദൈവിക സമ്പത്തിന് അർഹത നേടണമെങ്കിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞു. എന്താണ് ദൈവിക സമ്പത്ത്, എന്താണ് ആസുരി സമ്പത്ത് എന്ന് പറഞ്ഞു. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താ? ആസുരി സമ്പത്തിന് അർഹനായിട്ട് ആണ് ജനിക്കുന്നത്. അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടാണ് ജനിക്കുന്നത് തന്നെ. ജനിക്കാൻ കാരണം തന്നെ അവിദ്യാദി ദോഷങ്ങളാണ്. അപ്പൊ ഈ ആസുരി ഭാവത്തെ പറ്റി ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആ ദൈവിക സമ്പത്തും ആസുരി സമ്പത്തും തമ്മിലുള്ള ഗുണദോഷം മനസ്സിലാക്കണം. എന്നിട്ട് ദൈവിക സമ്പത്തിനെ കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. അത് 50% ഉണ്ട്. അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഷ്ടാംഗ യോഗം അനുസരിക്കണം എന്ന് പറയുന്നത്. അതനുസരിച്ചാൽ ദൈവിക സമ്പത്ത് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം സ്റ്റേബിലിറ്റി ഉണ്ടാവും. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. അത് സാത്വിക ശ്രദ്ധ തന്നെ വേണം. ഇത് രജോ ഗുണോ തമോ ഗുണ ശ്രദ്ധയിലേക്ക് പോയി കഴിഞ്ഞാൽ വകുപ്പ് മാറും. പിന്നെ ഈ ശാന്തി സമാധാനമൊക്കെ കിട്ടാൻ തുടങ്ങിയത് പോലും ഇല്ലാതെ വരും. അതുകൊണ്ടാണ് ആധ്യാത്മിക സാധനങ്ങൾ ഒരിക്കലും നിർത്തരുത്. ആധ്യാത്മിക നിഷ്ഠ വയ്ക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. നിത്യമായിട്ട് നിലനിൽക്കണം. അധ്യാത്മ നിത്യ എന്ന് പറഞ്ഞല്ലോ. നിർമ്മാണമോഹ ജിതസംഗദോഷ അധ്യാത്മ നിത്യ. ആ ആധ്യാത്മിക നിത്യനായിരിക്കുന്ന അത് ശ്രദ്ധയോടെ നിലനിൽക്കണം. അതുകൊണ്ട് സാധന ഒരിക്കലും ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാലത്തോളം ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നുപേക്ഷിച്ചോ മായ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് എന്നാ നിർത്താൻ പറ്റുക എന്ന് പലരും ചോദിക്കും. ഇത് എത്ര കാലം ചെയ്യണം? ജീവിതകാലം മുഴുവൻ ചെയ്യണം. ശരീരം കൊണ്ട് പറ്റുന്നിടത്തോളം കാലം നമ്മൾ കുളിക്കുകയും പല്ല് തേക്കുകയും ഭക്ഷണം കഴിക്കുകയും ദിവസവും ചെയ്യുന്നുണ്ടല്ലോ. എന്തെങ്കിലും എന്നാൽ കുറെ കാലമായാലും കഴിക്കാൻ കൊടുക്കുന്നത്. എന്നാൽ ഇതൊക്കെ നിർത്തിക്കൂടെ? ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതല്ലേ ഇത്? ഈ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള നേട്ടമുണ്ടാകും. ദിവസവും ശ്വസിക്കണ്ട, ഉറങ്ങുമ്പോൾ വരെ വിടില്ല. എന്നാൽ ഇത് കുറച്ചു നേരത്തേക്കൊന്നും വിടാതെ ശ്വസിക്കാതെ ഇരുന്നു കൂടെ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രായോഗിക തലത്തിൽ നമുക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിത്യയുക്തമായിട്ട്, അതാണ് നിത്യനൈമിത്യ കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചാൽ മായ ബാധിക്കും. ശരീരം പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ശ്രദ്ധ, ഇതൊക്കെ പഠിച്ചാലും ദൈവിക സമ്പത്ത് ആർജിക്കാൻ ശ്രമിച്ചാലും അത് ആർജിച്ചാലും ശ്രദ്ധ നിലനിർത്തിക്കൊണ്ട് അത് നിത്യനൈമിത്യ കർമ്മങ്ങളായിട്ട് നിലനിർത്തണം. അതിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കണം. അതിൽ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്സതി, 5 ഗുണങ്ങളിൽ പോലും ശ്രദ്ധ കുറഞ്ഞാൽ അതിൻ്റെ വികലതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടാ പറയണം. ഒരു ദിവസം ചെയ്താലും ചെയ്യാതിരുന്നാലും ഉള്ള ഗുണദോഷങ്ങൾ എന്തൊക്കെയാ. ഇനി കുറേ ദിവസം ചെയ്യാനും ചെയ്യാതിരുന്നാലും ഇതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് ആരംഭശൂരത്വം കാണിച്ചിട്ട് 5-6 മാസം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെയൊക്കെ വിട്ട് കളഞ്ഞിട്ട് നടക്കുന്നവരെ നമുക്ക് സുലഭമായിട്ട് കാണാം നമുക്ക് ചുറ്റും.
ആർട്ട് ഓഫ് ലിവിങ്ങിന് പോകുന്നവരും യോഗ പഠിക്കുന്നവരും ഈ ജപതപാദികൾ ചെയ്യുന്നവരും ഭാഗവതം പഠിക്കാൻ തുടങ്ങിയവരും ഇതൊക്കെ കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഓ അതൊക്കെ വിട്ടിട്ട് പോയി. അതൊക്കെ ശ്രദ്ധയില്ലായ്മ തന്നെ. അതൊക്കെ തമോ ഗുണത്തിന് അധികമായിട്ട് മാറിക്കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങൾ വ്യാപരിച്ചാൽ യാതൊരു സംശയമില്ല. ഈ സംശയം ഒരു കാര്യം ഉറപ്പാണല്ലോ, നമ്മളൊരു ട്രഡീഷൻ ഫോളോ ചെയ്താൽ, ജനിക്കുമ്പോൾ തൊട്ട് മരണം വരെ ഫോളോ ചെയ്താൽ അത് നിത്യയുക്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള സംസ്കാരം ഒരിക്കലും വിടാതെ ഇരിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ അവർക്ക് മനോബലം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് വിട്ടോ മനസ്സ് ചഞ്ചലമാണ്. അത് നമുക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയണം. അപ്പോൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ തന്നെ അത് തന്നെ നമുക്ക് വിഷമാവുന്നുണ്ടല്ലോ. അപ്പം അതിന് നിഷ്കളങ്ക ഭാവത്തിൽ ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഫലം കിട്ടും എന്നുള്ള ഇച്ഛയൊന്നും വേണ്ട. നിഷ്കളങ്ക ഭാവത്തിൽ ചെയ്യുമ്പോഴാണ് ഭഗവാനെ ഏറ്റവും താല്പര്യം ഉണ്ടാവും. അവിടെ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം. എല്ലാ ചലനങ്ങളും കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ ഒരു മനോഭാവം വളർത്തിയെടുക്കണം. ഫലേച്ഛയില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കാണിക്കാൻ, ഞാൻ ഈ ജപതപാദികൾ അഷ്ടാംഗയോഗമൊക്കെ ചെയ്യുന്ന പ്രകടമാക്കി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട. ആ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലേച്ഛയും വേണ്ട. അതെങ്കിലും ഈശ്വര കാര്യങ്ങളെങ്കിലും ഈ അഷ്ടാംഗയോഗം അനുസരിക്കുന്നതിൽ തന്നെ ഈ ജപതപാദികളൊക്കെ വരും. അപ്പം അത് കൃത്യമായിട്ട് ചെയ്യുക. അതൊരു ദിവസവും ശ്രദ്ധയില്ലാതെ ചെയ്യരുത്. അത് നിഷ്കളങ്കമായിട്ട് ചെയ്യുക. ഫലേച്ഛയോടുകൂടി ചെയ്യരുത്. എനിക്ക് ഇന്നത് കിട്ടണം, ഇന്നതൊക്കെ സാധിക്കണം, മോക്ഷപ്രാപ്തി വേണമെന്ന് വരെ ചിന്തിക്കണ്ട. അതൊക്കെ തന്നെ പാത്രത വരുമ്പോൾ തന്നെ സംഭവിച്ചോളും. അപ്പൊ ഇതൊക്കെ ഈ ശാസ്ത്രത്തെ യഥാവിധി പഠിക്കേണ്ടത് ചുരുങ്ങിയത് ഒരു 18 വയസ്സിനകം, 10-20 വയസ്സിന് 25 വയസ്സ് വരെ നമ്മൾ ആ സമയം ഉപയോഗിക്കാനെങ്കിലും വേണം. ഈ ഒരു കാലത്ത് ഇതൊക്കെ പഠിക്കണം. പഠിച്ച് അനുസരിക്കാൻ വരെ പഠിച്ചിട്ട് വേണം യഥാർത്ഥത്തിൽ ബ്രഹ്മചര്യാശ്രമത്തിൽ പഠിക്കേണ്ടത് ഈ ശാസ്ത്രത്തെയാണ്. ശാസ്ത്രത്തെ ശ്രദ്ധയോടെ പഠിച്ചിട്ട് അത് അനുസരിക്കാൻ, പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ പാകത്തിന് അത് പഠിച്ചു വെക്കുക. എന്നിട്ട് ഗൃഹസ്ഥാശ്രമ ശ്രമത്തിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഗൃഹസ്ഥാശ്രമ ധർമ്മം തുടങ്ങിയെന്ന് വെച്ചുകൊണ്ട് ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. ഈശ്വരോപാസന നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം ഈശ്വരനാണെന്നുള്ള ധാരണ ജീവിതത്തിൽ എല്ലാ കാലത്തും നിലനിർത്തുന്ന ശ്രദ്ധയാണ് ഏറ്റവും വലിയ സാത്വിക ശ്രദ്ധ. നിങ്ങൾ ഭൗതിക വിഷയങ്ങൾ പോലും യഥാവിധി അനുഭവിക്കണമെങ്കിൽ, അതിൻ്റെ സുഖപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ, അത് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ഭൗതികമായിക്കോട്ടെ, ആ സുഖങ്ങളൊക്കെ സ്വാത്വികതയിൽ നിന്ന് അനുഭവിക്കാൻ സാധിക്കാതെ നിലനിർത്തണമെങ്കിൽ, ശാശ്വതമായിട്ട് ജീവിതകാലത്തിൽ അത് ഉപയോഗിക്കണമെങ്കിൽ, അതിന് ഈ സാത്വിക ശ്രദ്ധയോടുകൂടി ഈശ്വര ഭജനം തുടർന്നുകൊണ്ടേയിരിക്കണം. ശാസ്ത്രത്തെ അനുസരിക്കുക തന്നെ വേണം. ശാസ്ത്രമാണ് പ്രമാണം. ആ ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം. അത് കുട്ടികളെ പോലും പറഞ്ഞ് മനസ്സിലാക്കി നിത്യയുക്തമായിട്ട് 10-25 വയസ്സിനകം ഇതൊക്കെ പഠിക്കേണ്ടതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതികമായ സ്ഥാനമാനങ്ങളോ വിദ്യാഭ്യാസത്തിലോ എന്തുയർച്ച ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാത്വിക ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇനി ഭഗവാൻ പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കണം. ശ്രീ ഭഗവാൻ വാച ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാസ സ്വഭാവജ സ്വാത്വികീ രാജസി ചൈവ താമസീം ചേതിതാം ശൃണു. ജീവികളുടെ സ്വഭാവത്തിൽ നിന്ന് ജാതമാകുന്ന ഈ വിശ്വാസം സ്വാത്വികം, രാജസം, താമസം എന്നീ 3 തരത്തിൽ എന്നിവയാണ് തന്നെയാണ്. അതിനെ കുറിച്ച് പറയാം, കേട്ടുകൊള്ളുക. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാത്വിക സ്വഭാവമുള്ള ആളാണോ, രാജസ സ്വഭാവമുള്ള ആളാണോ, തമോ ഗുണ സ്വഭാവമുള്ള ആളാണോ എന്ന് സ്വയം സെൽഫ് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കണം. അതനുസരിച്ചായിരിക്കും നമുക്ക് ശ്രദ്ധ ഉണ്ടാവുക. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് അത് വേണ്ടത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള പക്വത നേടണം. അതിനുള്ള അറിവ് സാത്വിക ഭാവത്തിൽ നിന്ന്, ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നിത്യയുക്തമായിട്ട് നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ രജസിനെയും തമസിനെയും വേണ്ടവണ്ണം ഉപയോഗിക്കാൻ പഠിക്കുകയും ഇതിനെ ഒരിക്കലും സംസ്കാരമാക്കി മാറ്റാതെ സാത്വിക ശ്രദ്ധയിൽ നിലനിൽക്കുകയും വേണം എന്നർത്ഥം. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്തതായിരിക്കും നമുക്കുണ്ടാകാൻ പോകുന്ന ശ്രദ്ധ സാത്വികമാണോ, രാജസമാണോ, താമസമാണോ. ഇനി ഭഗവാൻ പറയുന്ന കാര്യങ്ങളിലും നമുക്കുണ്ടാകുന്ന ശ്രദ്ധ നമ്മുടെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സാത്വികനാണോ, ഞാൻ രാജസനാണോ, ഞാൻ താമസനാണോ എന്ന്
ഓരോരുത്തരും കണ്ടുപിടിക്കണം. സ്വയം തൻ്റെ സ്വഭാവത്തിൽ നിന്ന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണ്ടുപിടിച്ചിട്ട് സാത്വിക ശ്രദ്ധയിലേക്ക് ഉയരാൻ ശ്രമിക്കണം. മറ്റ് രണ്ടിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അത് വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. അതിലും സാത്വിക ശ്രദ്ധ ഉണ്ടായിരിക്കും. അതാണ് കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനഃസ്ഥിതി. ത്യജിക്കേണ്ടത് ത്യജിക്കണം. എന്തെങ്കിലും ഒന്ന് ത്യജിക്കുമ്പോഴായിരിക്കും നേടേണ്ടത് നേടാൻ സാധിക്കുള്ളൂ. അപ്പൊ കൃത്യനിഷ്ഠ, അത് ആ ശ്രദ്ധയുടെ ഏറ്റവും വലിയ പരമകോടിയാണ് കൃത്യനിഷ്ഠ പാലിക്കുക എന്ന് പറയുന്നത്. അതിൽ ശ്രദ്ധയുണ്ടായാൽ തന്നെ നമുക്ക് അതിൽ ഭക്തിയും ശ്രദ്ധയും ഉണ്ടാകും. അത് പാലിക്കുന്നതിലായിരിക്കണം ആദ്യം ഭക്തി. ഇഷ്ടദേവതയെ ഉപാസിക്കാൻ പഠിക്കുന്നതിലും കൂടുതൽ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടോ, അതിൽ ശ്രദ്ധ എന്തുമാത്രം ഉണ്ടോ, അതായിരിക്കും അന്ധകരണ ശുദ്ധിക്ക് ഏറ്റവും നല്ലത്. പിന്നെയുള്ള ഗുണങ്ങൾ തന്നെ കൊളുത്തി പിടിച്ചോടും. വിവേചന ശക്തി ഉണ്ടാകും, ദൃഢനിശ്ചയം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നിശ്ചയം ചെയ്താൽ അത് ത്യാഗമനസ്സോടെ നടപ്പാക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ സെൽഫ് ഡിസിഷൻ എടുത്ത് അവരവരുടെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ തന്നെയാണ് അവരവർക്ക് ഈ പറയുന്ന ശക്തി നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ജീവികളുടെ സ്വഭാവത്തിൽ, അതായത് നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ നിന്ന് ജാതമാകുന്ന വിശ്വാസം സാത്വികമോ രാജസമോ താമസമോ ആയിരിക്കും. വിശ്വാസം തന്നെ 3 തരത്തിൽ വരാം. സാത്വിക വിശ്വാസമുണ്ട്, രാജസ വിശ്വാസമുണ്ട്, താമസ വിശ്വാസമുണ്ട്. അത് 3 തരത്തിൽ തന്നെയാണ്. ഒരിക്കലും അത് ഒന്നല്ല, ഒന്നാക്കാനും സാധ്യമല്ല. ഒന്നാകണമെങ്കിൽ 3നെ ജയിക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് നിലവിലുള്ളത് ഏത് വിശ്വാസമാണ്? സാത്വിക വിശ്വാസമാണോ, രാജസ വിശ്വാസമാണോ? ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങൾ വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ഏത് വിശ്വാസമാണ്? സാത്വികമാണോ, രാജസമാണോ, താമസമാണോ എന്ന്. കാരണം ഈ 3 തരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ പോലും 3 തരത്തിൽ നമ്മുടെ ഭാവന ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് 3 തരത്തിലാണ്. അതിനെക്കുറിച്ച് പറയാം, കേട്ടുകൊള്ളുക. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത, ശ്രദ്ധാമയോയം പുരുഷോ യശ്രദ്ധസയേവസ. അല്ലയോ അർജുന, സകലരും ശ്രദ്ധ അവരുടെ സ്വഭാവത്തിന്, അവിടെ സംസ്കാരത്തിന് അനുരൂപമായിരിക്കും. മനുഷ്യൻ ശ്രദ്ധാമയനാണ്. ഒരാൾ ഏതു തരം ശ്രദ്ധയോട് കൂടിയവനാണോ അയാളുടെ പ്രകൃതം, അതാ അയാളുടെ സ്വഭാവം അത് തന്നെയായിരിക്കും. സംസ്കാര അനുരൂപമാണ് ശ്രദ്ധ. വ്യക്തിത്വത്തിന്റെ ഉത്കർഷ അപകർഷങ്ങൾ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശ്രദ്ധയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പൊതുവെ ശ്രദ്ധാമയനാണ്. ആ ശ്രദ്ധ അവരുടെ സ്വഭാവത്തിന്, അവരുടെ സംസാരത്തിന്, അവരുടെ ജന്മവാസന അനുസരിച്ച് അനുരൂപമായിരിക്കും. അതുകൊണ്ടാണ് സ്വഭാവത്തെ തിരിച്ചറിയണം എന്ന് പറഞ്ഞത്. ഞാൻ സാത്വിക സ്വഭാവം ഉള്ളവനാണോ, രാജസ സ്വഭാവം ഉള്ളവനാണോ, താമസ സ്വഭാവം ഉള്ളവനാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏത് ഗുണമാണോ, നമ്മുടെ 3 ഗുണം ഉണ്ടാവും. 3-ൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കൂടുതൽ ഉള്ളത് ഏതാണോ അതായിരിക്കും നമ്മുടെ സ്വഭാവം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ സാത്വികനാണോ, രാജസനാണോ, താമസമാണോ. നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവം അനുസരിച്ചുള്ള ചാച്ചലം മനസ്സിലാക്കാനുള്ള ശക്തി, നമ്മുടെ നിത്യയുക്തമായിട്ടുള്ള വ്യവഹാരങ്ങൾ, നമുക്കുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, വാസനാബലം, ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ തരത്തിലുള്ള ശ്രദ്ധയായിരിക്കും നമുക്കുള്ളത്. 3 കൂട്ടർക്കും ശ്രദ്ധയുണ്ടാവും. ഈ സാത്വികനായാലും രാജസനായാലും താമസനായാലും ആവശ്യമുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവും. അതുകൊണ്ടാണ് മനുഷ്യൻ പൊതുവെ ശ്രദ്ധാമയനാണ്. പക്ഷേ സ്വാർത്ഥ താല്പര്യം അനുസരിച്ചുകൊണ്ട് വിഷയങ്ങളുടെ അഭിലാഷങ്ങളും ജന്മവാസനകളും കർമ്മവാസനകളും അനുസരിച്ചുകൊണ്ടായിരിക്കും ശ്രദ്ധയുണ്ടാവുക. അപ്പൊ പൊതുവെ 3 കൂട്ടർക്കും ഒരേപോലെ ശ്രദ്ധയുണ്ടാകും. പക്ഷെ അതിൽ വ്യത്യാസമുണ്ടാകും. എങ്ങനെയായിരിക്കും? യജന്തേ സ്വാത്വികാദേവാൻ രക്ഷാംശ രാജസ പ്രേതാം ഭൂത ഗുണാംശന്യേ യജന്തേ തമസോജന. ഇനി ഈശ്വരഭക്തരായിട്ട് ഇല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ ആ ഈശ്വര പൂജ നടത്തുന്നവരിൽ ഈശ്വരനിലുള്ള വിശ്വാസവും പോലും അവരുടെ സ്വഭാവവും ഈ ഗുണങ്ങളും അനുസരിച്ചായിരിക്കും. സാത്വിക ഗുണപ്രധാനന്മാരായ ജനങ്ങൾ ദേവന്മാരെ പൂജിക്കുന്നവരും, രജോ ഗുണപ്രധാനന്മാരായിട്ടുള്ള പ്രധാനന്മാർ യക്ഷന്മാരെയും രക്ഷസുകളെയും രജോ ഗുണ സ്വഭാവമുള്ള ദേവന്മാരെയും പൂജിക്കുന്നവരായിരിക്കും. മറ്റുള്ള തമോ ഗുണപ്രധാനന്മാരായ ആളുകൾ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ഈശ്വര പൂജ, ഭക്തിയില്ലാത്തവരെ പറ്റി ചർച്ച ചെയ്യുന്നില്ല ഗീതാശാസ്ത്രം എന്നുകൂടി ഞാൻ പറയുന്നു. അഥവാ പറഞ്ഞാൽ തന്നെ അതിൻ്റെ അറിവിലേക്ക്, നമ്മുടെയൊക്കെ അറിവിന് വേണ്ടിയിട്ട് ആസുരി ഗുണം എന്താണെന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ.
അപ്പം ഭക്തിയുള്ളവരിൽ തന്നെ ഈ 3 വകുപ്പുണ്ട്. അത് നമുക്ക് ചുറ്റും നോക്കിയാൽ ഭക്തരിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സാത്വിക സ്വഭാവമുള്ള ദേവന്മാരെ പൂജിക്കുന്നവരുണ്ട്. രജോ ഗുണ സ്വഭാവമുള്ള ദേവന്മാർക്ക് പോലും ഈ 3 ഗുണം പ്രകടമാകുന്ന ദേവന്മാരുടെ സങ്കല്പം വരെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ തന്നെ ദേവിക്ക് തന്നെ സത്വഗുണാത്മകമായ ഉള്ള ഭാവത്തിലും രജോ ഗുണാത്മകമായ ഭാവത്തിലും തമോ ഗുണാത്മകമായിട്ടുള്ള ഭാവത്തിലും മൂർത്തി സങ്കല്പത്തിൽ ഒരേ ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠകൾ നമുക്ക് കാണാം. 3 ഭാവത്തിൽ ഒരേ മൂർത്തിയുടെ വിഗ്രഹത്തിൽ തന്നെ 3 ഭാവത്തിൽ പൂജിക്കുന്നവർ, രാവിലെ സാത്വിക ഭാവത്തിലും ഉച്ചയ്ക്ക് രജോ ഗുണഭാവത്തിലും മധ്യാഹ്നത്തിന് ശേഷം സായംകാലത്തിൽ തമോ ഗുണഭാവത്തിലും പൂജിക്കുന്ന ദേവീ സങ്കല്പമുണ്ട്. ചൊന്നാനിക്കരയ്ക്ക് അങ്ങനെയാണ് പൂജിക്കുന്നത്. രാവിലത്തെ ഭാവം സാത്വിക ഭാവവും ദേവിക്ക്, ഉച്ചയ്ക്ക് രജോ ഗുണഭാവവും വൈകുന്നേരം തമോ ഗുണഭാവവുമാണ്. അപ്പൊ ഇത്തരത്തിൽ ഈശ്വര പൂജ പോലും ഈ 3 രീതിയിൽ പൂജിക്കപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറഞ്ഞതെന്നർത്ഥം. കാരണം ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ അല്ലാതെ ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ നമ്മൾ ഏത് സ്വഭാവത്തോടെ ഏത് തരത്തിലുള്ള ദേവന്മാരെയാണ് പൂജിക്കുന്നത്, അതാത് ദേവന്മാർ യോ യോ യാം യാം തനു ഭക്തക ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധ താമേവ വിദദാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. 7-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. എല്ലാവർക്കും ഏതേത് ദേവന്മാരെ പോലും പൂജിക്കാൻ അർഹതയുണ്ട്, യോഗ്യതയുണ്ട്, ഇഷ്ടാനുസരിച്ച് കൊണ്ട് പൂജിക്കാം. പക്ഷെ അതിൻ്റെ ഗതിവിഗതികളും കൂടെ ദേവന്മാരെ, സാത്വിക സ്വഭാവമുള്ള ദേവന്മാരെ പൂജിച്ചാൽ എന്താ ഗുണം, രജോ ഗുണ ദേവന്മാരെ പൂജിച്ചാൽ എന്താ ഗുണം, ദോഷം എന്താണ്, തമോ ഗുണ ദേവന്മാരെ പൂജിച്ചാലുള്ള ഗതിവിഗതികളൊക്കെ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പം അതൊക്കെ ഓർത്തിരുന്നു കൊണ്ട് വേണം നമ്മൾ ഏത് ദേവനെയാണ് പൂജിക്കുന്നത്, നമ്മുടെ ഇഷ്ടദേവത ഏതാണെന്ന് ഞാൻ പറഞ്ഞു, അതിനെ വേണം ഉപാസിക്കാൻ. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ശരീരം ധരിക്കുമ്പോൾ അനന്തരഗതിയിൽ സംഭവിക്കുന്നത്. ഈ സ്വഭാവത്തോടു കൂടി ഏതേത് ദേവതയെ ഭജിക്കുന്നോ അതാത് സ്വഭാവത്തോടു കൂടിയായിരിക്കും നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വന്നാലും ഭക്തരായിട്ട് മാറുന്നതും ഒക്കെ അതനുസരിച്ചു കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അശാസ്ത്ര വിഹിതം ഘോരം ദഭ്യന്തേ തപോജന ദമ്പ അഹങ്കാര സംയുക്ത കാമരാഗ ബലന്യത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമ വചേതസ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയൻ. ദമ്പം അഹങ്കാരം എന്നിവയോട് കൂടിയവരും കാമം രാഗം ബലം എന്നിവയുള്ളവരും അഥവാ കാമരാഗങ്ങളുടെ ബലത്തോടു കൂടിയവരും ശരീരത്തിലെ ഭൂതസമൂഹത്തെയും ഇന്ദ്രിയങ്ങളെയും അന്തർയാമിയായ എന്നെ കൂടിയെന്ന് ക്ലേശിപ്പിക്കുന്നതും അവിവേകികളായ ഏതൊരു ജനങ്ങൾ ശാസ്ത്രസമ്മതമില്ലാത്തതും ക്രൂരവുമായ തപസ് അനുഷ്ഠിക്കുന്നുവോ അവർ അസുരി പ്രകൃതികളാണെന്ന് അറിഞ്ഞാലും ദമ്പം അഹങ്കാരം എന്നിവയോട് കൂടിയവരും കാമരാഗങ്ങൾ വർജിക്കാതെയും തനിക്കും അന്യജീവികൾക്കും ദുഃഖകരമായ തരത്തിൽ ശാസ്ത്രസമ്മതമല്ലാത്ത തപസ്സനുഷ്ഠിക്കുന്നവർ അസുരി പ്രകൃതികളാണ്. ഇവിടെ അസുരി പ്രകൃതിയെ പറ്റി 2 ശ്ലോകത്തിലൂടെ ഒന്നുകൂടെ ഭഗവാൻ നമ്മുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നു. ഈ സാത്വിക ഈ 3 വിധത്തിലുള്ള ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ അസുരി പ്രകൃതികളായിട്ടുള്ള തമോ ഗുണത്തിന്റെ അധിപന്മാരായിട്ടുള്ള മനുഷ്യർ, അത്തരത്തിലുള്ളവർ ഏത് തരത്തിലായിരിക്കും ഭഗവാനെ പൂജിച്ചാൽ തന്നെ പൂജിക്കുന്നത്, തമോ ഗുണ പ്രധാനത്തോടുകൂടി ഭഗവാനെ പൂജിച്ചാൽ തന്നെ ഏതൊരു തരത്തിലായിരിക്കും പൂജിക്കുന്നത് എന്നുകൂടി ഇവിടെ ഭഗവാൻ ഒന്ന് വകതിരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് 2 ശ്ലോകത്തിലൂടെ. ദമ്പം അഹങ്കാരം എന്നിവയോട് കൂടിയവരും കാമം രാഗം ബലം എന്നിവയുള്ളവരും അഥവാ കാമരാഗങ്ങളുടെ ബലത്തോടു കൂടിയവരും ശരീരത്തിലെ ഭൂതസമൂഹം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെയും അന്തർയാമിയായിരിക്കുന്ന ഭഗവാനെ പോലും, അതായത് ശരീരത്തിന്റെ നാഥനായിരിക്കാൻ ജീവനെ പോലും ആത്മാവിനെ പോലും ജീവാത്മാവിനെയും വരെ ക്ലേശിപ്പിക്കുന്ന വിധത്തിലും അവിവേകികളുമായിരിക്കുന്ന ഏതൊരു ജനങ്ങൾ ശാസ്ത്രസമ്മതമില്ലാത്തതും ക്രൂരവുമായ തപസ്സും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നുവോ അവർ അസുരി പ്രകൃതികളാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതിനു മുമ്പ് കഴിഞ്ഞ അധ്യായത്തിൽ വിശദീകരിച്ചത് ഒന്ന് ചുരുക്കി 2 ശ്ലോകത്തിലൂടെ പറയുകയാണ്. അപ്പോൾ ദമ്പം അഹങ്കാരം എന്നിവയോട് കൂടിയവരും കാമരാഗ ഇത്തരത്തിലുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. ഭക്തരിൽ തന്നെ ഇത്തരത്തിൽ സ്വഭാവം കാണിക്കുന്നവരുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഭക്തി ഇല്ലാത്തവരെ പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നുകൂടി ഞാൻ പറയുന്നു. അവര് ഇത്തരത്തിൽ ഇത് മനസ്സിലാക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ ഭക്തിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഭക്തിയുള്ളവർ പോലും ഈ തരത്തിൽ അസുരി പ്രകൃതികളായിട്ടുള്ള ഭക്തരുമുണ്ട്. അവരെ കൂടി നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 2 ശ്ലോകത്തിലൂടെ ഭഗവാൻ ഒന്ന് ചുരുക്കി പറഞ്ഞത്. അപ്പൊ അന്യജീവികൾക്കും തനിക്കും പോലും ക്ലേശമുണ്ടാക്കുന്ന വിധത്തിൽ
ഈ ശാസ്ത്രസമ്മതം അല്ലാത്ത തപസ് അനുഷ്ഠിക്കുന്നവർ അസുരി പ്രകൃതികളാണ്. അങ്ങനെയുള്ളവരും മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഈവൻ ബ്രാഹ്മണർ വരെ ഇത്തരത്തിൽ സ്വഭാവം കാണിക്കുന്നവരുണ്ട്. സാത്വിക സ്വഭാവത്തോടുകൂടി ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചിട്ട് പോലും ഈ അസുരി പ്രകൃതി ഭാവം കാണിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്നുകൂടി മനസ്സിലാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ സ്വഭാവം എന്താണെന്നും നമ്മൾ ഏത് വകുപ്പിൽ പെടുമെന്നും നമ്മൾ ഏത് ദേവനെയാണ് ഇഷ്ടദേവതയായിട്ട് സ്വീകരിച്ച് ഉപാസിക്കുന്നതെന്നും സ്വയം വിലയിരുത്തണം. അത് മനസ്സിലാക്കണം. അതിൽ ശ്രദ്ധയോടുകൂടി ചെയ്യണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നുമില്ലാതെ തോന്നിവാസം ജീവിക്കുന്നവരെ പറ്റിയും ഭക്തരായിട്ടുള്ളവരെയും നമ്മൾ തിരിച്ചറിയണം. തമോ ഗുണ അസുരി പ്രകൃതിയായിട്ടുള്ള ഭക്തരാണെന്നും പറഞ്ഞ് പ്രകടന ഭക്തി കാണിക്കുന്നവരെയാണ് ഈ 2 ശ്ലോകത്തിലൂടെ ഭഗവാൻ വിശദീകരിച്ചത്. അത് നമ്മുടെ തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ സ്വഭാവം ക്രിയേറ്റ് ആകുന്ന ആഹാരമാണ്. ആഹാരത്തിൻ്റെ ഗതിവിഗതികളെ പറ്റി പറയുന്നത് ത്രിഗുണാത്മകമായിട്ടുള്ള ആഹാരം, അതേപ്പറ്റി വിശദീകരിക്കുന്നതാണ് ഇനി പറയുന്ന ഭാഗം. അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഇത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. ഓം നാരായണായ സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.